ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. നിത്യജീവിതത്തിൽ വായന വ്യായാമമാക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കരുണയുള്ള വ്യക്തിത്വങ്ങളിലാണ് ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നതെന്ന് മേയർ ബീന ഫിലിപ്പ്. ചരിത്രം മാപ്പു നൽകാത്ത വിധം കേരളത്തെ സംഘപരിവാറിന് സമർപ്പിച്ച മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കാലം ഓർമ്മിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് തുടക്കമായി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും ഇക്കാര്യത്തിൽ കലാലയങ്ങളിലെ ഫോറസ്ട്രി ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും സജീവമായി ഇടപെടണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരുക്കിയ ശലഭോദ്യാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും ഇക്കാര്യത്തിൽ കലാലയങ്ങളിലെ ഫോറസ്ട്രി ക്ലബ്ബുകളും NSS പോലെയുള്ള സന്നദ്ധ സംഘടനകളും സജീവമായി ഇടപെടണമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. വനം വന്യജീവി വകുപ്പ്, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, ഉത്തരമേഖല സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരുക്കിയ ശലഭോദ്യാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതിയെ അവഗണിച്ച് നമുക്ക് മുന്നോട്ടു പോകാനാവില്ല. ഭൗമശാസ്ത്ര പഠനം നടത്തുന്നവരും പരിസ്ഥിതി പ്രവർത്തകരും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതാണ് അന്തരീക്ഷ മലിനീകരണം മുതൽ ചക്രവാത ചുഴി ഉൾപ്പെടെയുള്ള പുതിയ പ്രതിഭാസങ്ങൾക്കും അന്തരീക്ഷ താപനിലയിലെ ക്രമാതീതമായ വർധനവിനും കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഭൂമി മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തോടെ ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്തി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കലാലയ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. മുമ്പ് നമ്മുടെ നാട്ടിൽ കലാലയ അന്തരീക്ഷം എന്ന് പറയുന്നത് കലാപഭൂമികളായി ചിത്രീകരിക്കപ്പെട്ട ഒരു കാലമുണ്ട്. അത് മറ്റു ചില താല്പര്യങ്ങൾ വെച്ചുള്ളതാണെങ്കിലും അങ്ങനെയല്ലെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ കാണിച്ചു കൊടുക്കുന്നത്. കലാപഭൂമിയല്ല, സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരുമായും സഹകരിക്കുന്ന സംഘടനകളാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കലാലയത്തിലാണ് പച്ചപ്പ് നിലനിർത്താനുള്ള പദ്ധതികളുടെ ഭാഗമായി ഒരു ശലഭ ഉദ്യാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പി പ്രിയ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ രമ്യ സന്തോഷ്, ഉത്തരമേഖല കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആർ കീർത്തി, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എ പി ഇംതിയാസ്, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ നിധി എൻ അനിൽ, കണ്ണന്തളി ഭൂമിത്ര സേന, നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സത്യപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിത്യജീവിതത്തിൽ വായന വ്യായാമമാക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ജ്യോതിഷ പണ്ഡിതൻ മുരളീധരൻ പണിക്കരുടെ 91ാമത് പുസ്തകം ബാങ്കർ ടു ബാങ്കർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാസയും സുന്ദറും സുഹൃത്തുക്കളാണ്. സിനിമ നിർമ്മിക്കാൻ ഇവർ ബാങ്കിൽ നിന്നും കടമെടുത്തു. അതൊരു ട്രാപ്പായിരുന്നു. യാഥാർത്ഥ്യവും ഫാന്റസിയും കോർത്തിണക്കിയാണ് ജ്യോതിഷ പണ്ഡിതൻ മുരളീധര പണിക്കർ തന്റെ 90ാമത് പുസ്തകം ബാങ്ക് ടു ബങ്കർ പറയുന്നത്. ഹോട്ടൽ നടന്തയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ അർഷാദ് ബത്തേരി പുസ്തകം ഏറ്റുവാങ്ങി.
ബ്രെയിൻ എക്സസൈസ് ഒരു പ്രധാന ഘടകമാണ്. അതിൽ വായനയും എഴുത്തും പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് എഴുത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ എഴുത്തുകാർ മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അനുഭവങ്ങളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്നത് നല്ലതാണ്. അത് നമ്മുടെ തലച്ചോറിന് ഏറ്റവും നല്ല വ്യായാമമാണ് എന്ന് പൊതുവെ. റോട്ടറി ക്ലബ് കാലിക്കറ്റ് പ്രസിഡന്റ് എടത്തൊടി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CP സുരേന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി. MP പത്മനാഭൻ, ബേപ്പൂർ മുരളീധര പണിക്കർ, EM രാജാമണി, മോഹനൻ നടുവത്തൂർ, പിങ്ക് ബുക്സ് എഡിറ്റർ KM മണിശങ്കർ, വിനോദ് കുമാർ മാടത്തിങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരുണയുള്ള വ്യക്തിത്വങ്ങളിലാണ് ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയെന്ന് മേയർ ബീന ഫിലിപ്പ്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്മ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. കോഴിക്കോട് നഗരത്തിലെ 600ഓളം കുടുംബങ്ങൾക്കുള്ള പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് റോട്ടറി ക്ലബ് ഈസ്റ്റ് ഓണാഘോഷത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തത്. നന്മ കിറ്റിന്റെ വിതരണോദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. കരുണയുള്ള വ്യക്തിത്വങ്ങളിലാണ് ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടാക്കുകയെന്ന് മേയർ പറഞ്ഞു. നല്ല മനസ്സിനെയും ദാനത്തെയും കരുണ, ദാനം ഒരു തരത്തിൽ പറഞ്ഞാൽ കരുണ കൂടിയാണ്. വെറും ഒരു സ്നേഹം എന്ന് കരുണയെ പറയാൻ കഴിയില്ല. കരുണയിൽ സ്നേഹമുണ്ട്, അലിവുണ്ട്, ക്ഷമയുണ്ട്, എല്ലാം ചേർന്ന് ഏറ്റവും ഉയർന്ന ഗുണമാണ് മനുഷ്യ വ്യക്തിത്വത്തിന്റെ കരുണ. ഈ കരുണയെ നമ്മൾ ദൈവികതയോടാണ് അനുഭവിക്കുന്നത്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. റോട്ടറി ഈസ്റ്റിന്റെ കരുതലാണ് ഓണക്കിറ്റെന്ന് ശ്രീകുമാർ പറഞ്ഞു. നമ്മൾ ഓണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുമ്പോൾ ഇത് ആർക്കും ഇപ്പം ഓണം ആഘോഷിക്കാനും ഭക്ഷണം കഴിയാത്ത അതുണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ തുക കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കാൻ ആൾ വരണമെങ്കിൽ ആൾക്കൊന്നും ആവശ്യമുള്ളവർ വരുന്നല്ലോ. അപ്പോൾ ആകെ ആവശ്യക്കാരുണ്ടെന്ന് നടത്താം. നമ്മൾ കൂപ്പൺ കൊടുക്കുമ്പോൾ ഓരോ കൊല്ലം ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരുമ്പോഴേ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൊണ്ടു വരുന്നതെന്ന് അർത്ഥമുള്ളൂ. കൗൺസിലർ PN അജിത, PDG ഡോക്ടർ സേതു ശിവശങ്കർ, പ്രൊജക്ട് ഡയറക്ടർ A മോണി, സെക്രട്ടറി JS ലിജീഷ്, ട്രഷറർ CR സണ്ണി, ഇന്നർവീൽ പ്രസിഡന്റ് ഡോക്ടർ P ബിനു തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇനി ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് തുടക്കമായി. സാന്ത്വനമേകാം കൈകോർക്കാം എന്ന പേരിലുള്ള പരിപാടിയുടെ ബേപ്പൂർ മണ്ഡല ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു.
നിർധനരായ വൃക്കരോഗികൾക്ക് ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിന് ഫണ്ട് ശേഖരിക്കാനായി സാന്ത്വനമേകാം കൈകോർക്കാം 8ാം ഘട്ട ജനകീയ ധനസമാഹരണത്തിന് തുടക്കമായി. സെപ്റ്റംബർ 8 മുതൽ 15 വരെയാണ് യജ്ഞം. 1000-ലധികം സന്നദ്ധ പ്രവർത്തകർ ബേപ്പൂർ മണ്ഡലത്തിലെയും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെയും വീടുകളിലും സ്ഥാപനങ്ങളിലും കവറുകൾ നൽകിയാണ് ധനസമാഹരണം നടത്തുന്നത്. ഇതിനായി 81,000 കവറുകളാണ് നൽകിയത്. ഈ കവറ് നിങ്ങൾ കഴിയാവുന്ന അത്ര സാമ്പത്തിക സഹായം നൽകി ഈ ഉദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളും കൂടി പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിലവിൽ 18 മെഷീനുകളിൽ 102 രോഗികൾക്കാണ് ഡയാലിസിസ് നടത്തുന്നത്. ഇവർക്ക് പുറമെ 52 വൃക്കരോഗികൾ സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഊഴത്തിനായി കാത്തിരിക്കുന്നു. ഇവർ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് മുടക്കം കൂടാതെ ഡയാലിസിസ് നടത്തണമെങ്കിൽ 1 വർഷത്തേക്ക് 3 കോടിയിലധികം ചെലവ് വരും. ഈ തുക സുമനസ്സുകളായ ആളുകളിൽ നിന്നും കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ പറഞ്ഞു. ഇപ്പോൾ 18 മെഷീൻ 3 ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്നു. 102 ആൾക്കാണ് അത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തേക്ക് 18.5 ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവുണ്ട്. ഒരു വർഷം ഏകദേശം 2.5 കോടി രൂപ ഈ ആവശ്യത്തിന് വേണ്ടി ചെലവ് വരുന്നുണ്ട്. ഇപ്പോഴ് അപേക്ഷ ചെയ്ത് പാവപ്പെട്ട ആളുകൾ, സാമ്പത്തികമായി ചികിത്സിക്കാൻ കഴിവുള്ള ആളുകൾ, കഴിവില്ലാത്ത ആളുകൾ 52 ആളുകൾ അപേക്ഷ തന്ന് കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ചരിത്രം മാപ്പ് നൽകാത്ത വിധം കേരളത്തെ സംഘപരിവാറിന് സമർപ്പിച്ച മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കാലം ഓർമ്മിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം. കമ്മീഷണർ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് RSS മാഫിയ കൂട്ടുകെട്ടിനെ ചരട് വലിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക, കുറ്റക്കാരായ പോലീസ് മേധാവികളെ അറസ്റ്റ് ചെയ്യുക, ഈ കൂട്ടുകച്ചവടത്തിൽ നടന്ന കൈമാറ്റങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധ പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോലീസിൽ RSSന്റെ അഴിഞ്ഞാട്ടത്തിന് കടിഞ്ഞാണിടാനാകാത്ത മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് കനത്ത ആഘാതമാണെന്നും രാജിവെച്ചൊഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചിലര് പറയുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വലങ്കയായിട്ടുള്ള P ശശിക്കുമെതിരായിട്ടുള്ള ചില ആഭ്യന്തര പടപ്പുറപ്പാടാണ്. പാർട്ടി സമ്മേളനം വരുമ്പം ശശി വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് തടയുന്നതിന് വേണ്ടി നടത്തിയ എന്തോ ഒരു പാർട്ടിയുടെ ഇന്റേണൽ ഓപ്പറേഷൻ, അത് നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ ചെയ്തു. അത് ശശിയെ വേണോ വേണ്ടേ, സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണോ വേണ്ടേ, പിണറായി ഒന്ന് നന്നാക്കണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ വെൽഫെയർ പാർട്ടി ഇപ്പൊ തെരുവിലിറങ്ങി ഈ വെയിലത്ത് പ്രതിഷേധിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം കേരളീയ സമൂഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വളരെ ഉന്നതമായ ഒരു രാഷ്ട്രീയ ബോധ്യം. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇക്കാലം അത്രയും അങ്ങേയറ്റം പണിപ്പെട്ടിട്ടും കേരളത്തെ RSSനും സംഘപരിവാറിനും BJPക്കും പണയപ്പെടുത്തി കൊടുക്കുവാൻ കേരളീയ സമൂഹം ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല. ജില്ലാ പ്രസിഡന്റ് TK മാധവൻ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. FITU ജില്ലാ പ്രസിഡന്റ് MA ഖയ്യൂം, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി സുഫീറ എരമംഗലം, ഫ്രട്ടർണിറ്റി ജില്ലാ പ്രസിഡന്റ് മുനീബ് എലങ്കമൽ, പ്രവാസി ഫോറം ജില്ലാ പ്രസിഡന്റ് സലാഹുദ്ദീൻ ചേളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മുസ്തഫ പാലാഴി, സെക്രട്ടറി KC അൻവർ, ട്രഷറർ EP അൻവർ സാദത്ത്, വൈസ് പ്രസിഡന്റുമാരായ AP വേലായുധൻ, PC മുഹമ്മദ് കുട്ടി, സെക്രട്ടറിമാരായ ശശീന്ദ്രൻ ബപ്പക്കാട്, ജുമൈല നന്മണ്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം.
ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഗോപി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാനാഞ്ചിറ ഓപ്പൺ ജിമ്മിൽ ഓണാഘോഷം നടത്തി. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് O. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ ജിം സാരഥികളും അംഗങ്ങളും പങ്കെടുത്തു. മാനാഞ്ചിറ ഓപ്പൺ ജിം വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ ഓപ്പൺ ജിമ്മിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് O. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ ജിം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. വടകര DYSP പ്രകാശ്, പടന്നയിൽ കബീർ ദാസ്, അബൂബക്കർ, അഡ്വക്കേറ്റ് തോമസ് മാത്യു, AB ജയാനന്ദ്, PO ജേക്കബ് എന്നിവർ സംസാരിച്ചു. ജിം ഇൻസ്പെക്ടർ അനിൽകുമാർ, ട്രഷറർ ഗീത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൂവാട്ടുപറമ്പ് മൈൻഡ് കെയർ മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മോട്ടിവേഷൻ ക്ലാസും നടത്തി. പെരുവയൽ പഞ്ചായത്തിൽ പൂവാട്ടുപറമ്പിൽ പ്രവർത്തിക്കുന്ന മൈൻഡ് കെയർ മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടച്ചേരി ഉദ്ഘാടനം ചെയ്തു. അതിനെല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു കുടക്കീഴിൽ ഈ സംവിധാനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു സേവനം നമ്മുടെ പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ ഉറപ്പാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്തരത്തിലുള്ള ഈ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു സെന്ററിനെ എത്രമാത്രം നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന അതിന്റെ പബ്ലിസിറ്റി എത്രമാത്രം നമ്മൾ കൊടുക്കുന്നോ അത്രമാത്രം ഇവരുടെ ശക്തിയും വിലയിരുച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PK ഷറഫുദ്ദീൻ, ഉനായ് സരിക്കൽ, ഡോക്ടർ അതുല്യ ജയറാം, ഡോക്ടർ നസീം, ഡോക്ടർ സുധാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എഡ്യൂക്കേഷണൽ മോട്ടിവേഷൻ സ്പീക്കറായ ഹമീദ് കൗൺസിലിംഗ് ക്ലാസ് എടുത്ത് സംസാരിച്ചു. മൈൻഡ് കെയർ മെഡിക്കൽ സെന്ററിന്റെ ചെയർമാൻ ആമിന ജിച്ചു സ്വാഗതവും ഷർഫീന നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായി C99 എക്സിബിഷൻ കോഴിക്കോട്ട് പോലീസ് ക്ലബ്ബിൽ തുടരുന്നു. ഷർട്ടുകളുടെയും പാന്റുകളുടെയും ജീൻസുകളുടെയും ടീഷർട്ടുകളുടെയും വലിയ ശേഖരമാണ് മേളയെ വ്യത്യസ്തമാക്കുന്നത്. റിയൽ മെഗാ ഓഫറുകളാണ് ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് C99 മേളയിൽ നൽകുന്നത്. പുതിയ ട്രെൻഡായ തായ്ലൻഡ് ഷർട്ട് 2 എണ്ണം 499, ബ്രാൻഡഡ് ഷർട്ടുകൾ 399, പ്രീമിയം ബ്രാൻഡുകൾക്ക് 499, ബ്രാൻഡഡ് കാർഗോ പാൻറ്റിന് 550, ബ്രാൻഡഡ് ജീൻസിന് 650, 5 സ്ലീവ് ടീഷർട്ടുകൾക്ക് 350 എന്നിങ്ങനെ ആകർഷകമാണ് വിലകൾ. അമേരിക്കൻ, യൂറോപ്യൻ ബ്രാൻഡുകളടക്കം ഷർട്ടുകളുടെയും പാൻറ്റുകളുടെയും വലിയ ശേഖരം മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഫാബ്രിക്കിൻ്റെ ഗുണമേന്മ കൊണ്ടും ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം കേരളത്തിൽ ഞങ്ങൾ കോഴിക്കോട് അതിൻ്റെ ഒരു റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്, SM സ്ട്രീറ്റ്, കോട്ട് റോഡ്. അപ്പോൾ ഈ ഓണം പ്രമാണിച്ച് ഞങ്ങൾ 15-ാം തീയതി വരെ മാനാഞ്ചിറ പോലീസ് ക്ലബ്ബിലാണ് ഇപ്പം എക്സിബിഷൻ നടത്തുന്നത്. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജീൻസ്
ലീ, ടിംബർലാൻഡ്, H&M, അമേരിക്കൻ ഈഗിൾ, ഇതൊക്കെ ഒരു അപ്രോക്സിമറ്റ്ലി എബോവ് 3000 വരുന്ന, ഒരു 4000 5000 സംതിങ് ഒക്കെ വരുന്ന പ്രൈസ് വരുന്നത്. ഞങ്ങൾ ഒരേ വിലയാണ്. ജീൻസിനാണെങ്കിലും പാൻറ്റിനാണെങ്കിലും 599 ആണ് ഞങ്ങൾ സെയിലിംഗ് പ്രൈസ് വരുന്നത്. ഇത് 15-ാം തീയതി വരെയാണ് ഈ പ്രൈസ് വരുന്നത്. കമ്പനി ഡയറക്റ്റ് ക്ലിയറിംഗ് സെയിലിംഗ് ആണ്. ടീഷർട്ട്സുകൾ ഞങ്ങൾ ഓൺ മാനുഫാക്ചറിങ് ടീഷർട്ട്സ് 5 സ്ലീവ് ടീഷർട്ട്സ് ഉണ്ട്, പ്യുവർ കോട്ടൺ. 5 സ്ലീവ് ടീഷർട്ട് വരുന്നത് 350 റുപ്പീസാണ്. പിന്നെ അതേപോലെ എല്ലാ യൂറോപ്യൻ ബ്രാൻഡുകൾ ഷർട്ട്സുകളും 399 ആണ് ഈ 5 ദിവസത്തെ സെയിലിംഗ് പ്രൈസ് വരുന്നത്. ഞങ്ങളൊരു ഓഫർ തരുന്നത് ഇന്ത്യയിലും ഇത്രയും ഒരു കമ്പയറിങ് ലോ പ്രൈസിലായിട്ട് ആർക്കും കമ്പയർ ചെയ്യാൻ പറ്റാത്ത പ്രൈസിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കമ്പനി നേരിട്ടുള്ള ക്ലിയറൻസ് സെയിലിലൂടെ മികച്ച ബ്രാൻഡുകൾ ചുരുങ്ങിയ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് C99 എക്സ്പോയിൽ ഒരുക്കുന്നത്. ഷർട്ടുകളും പാൻറ്റുകളും കൂടാതെ സെറ്റുമുണ്ട്, ധോത്തികൾ, കാവ്യമുണ്ടുകൾ, പുതപ്പ്, ബെഡ്ഷീറ്റ്, നൈറ്റി, അണ്ടർ സ്കേർട്ടുകൾ എന്നിവയും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി രാംദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T. മനോജ് കുമാർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. PT ഗദീജ ടീച്ചർ, TM സത്യജിത് പണിക്കർ, മുഹമ്മദ് ഷഹാൽ, MV വൈശാഖ്, M. വിനയൻ, സുഹറ വേങ്ങേരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നിത്യജീവിതത്തിൽ വായന വ്യായാമമാക്കണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കരുണയുള്ള വ്യക്തിത്വങ്ങളിലാണ് ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നതെന്ന് മേയർ ബീന ഫിലിപ്പ്. ചരിത്രം മാപ്പു നൽകാത്ത വിധം കേരളത്തെ സംഘപരിവാറിന് സമർപ്പിച്ച മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കാലം ഓർമ്മിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.